തുക്കുങ്ങലിലെ ഈ ഓട്ടോ സ്റ്റാൻഡിലാണ് അബ്ദുൽ ലത്തീഫ് ഓട്ടോ ഓടിയിരുന്നത്. ഇന്നും പതിവ് പോലെ തന്നെ രാവിലെ എത്തി. അതിനുശേഷം ഇദ്ദേഹം ഈ വടക്കേമണ്ണ ഭാഗത്തേക്ക് ഓട്ടം പോയതായിരുന്നു. അവിടെ വെച്ചാണ് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നത്. വടക്കേമണ്ണയിൽ ഒരു ചെറിയ ബസ് സ്റ്റോപ്പാണുള്ളത്. അവിടെ വെച്ച് ഇദ്ദേഹം രണ്ട് സ്ത്രീകൾ കൈ കാണിച്ചതിനെ തുടർന്ന് ബസ് നിർത്തി ഇവരെ വണ്ടിയിൽ കയറ്റുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ സ്വകാര്യ ബസ് ഇദ്ദേഹത്തിനെ പിന്തുടർന്നെത്തി മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇദ്ദേഹത്തിന്റെ കഴുത്തിൽ ഞെക്കിപ്പിടിച്ച് അതുപോലെ തന്നെ നെഞ്ചിലൊക്കെ ഇടിച്ചു എന്നാണ് ഇദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ അടക്കമുള്ളവർ പറയുന്നത്. ഇതിന് പിന്നാലെ ഇദ്ദേഹം തന്നെയാണ് ഈ ഓട്ടോ ഓടിച്ച് ഈ മലപ്പുറം താലൂക്ക് ആശുപത്രി എത്തി അവിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. സാധാരണ യാത്രക്കാർ കൈ കാട്ടി കഴിഞ്ഞാൽ ഓട്ടോറിക്ഷക്കാർ നിർത്തും. പൊതുവെ അങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ അവൻ നിർത്തി. അത് അവിടുന്ന് യാത്രക്കാരെടുത്ത്. പക്ഷെ ബസ് ഓവർടേക്ക് ചെയ്ത് കണ്ടക്ടറും പിന്നെ ഡ്രൈവറൊക്കെ ഇറങ്ങി ഞാൻ മർദ്ദിച്ച് ജാക്കി ലിവർ കൊണ്ടൊക്കെ അടിച്ചിട്ടുണ്ടെന്നാണ് കണ്ടവർ. തുക്കുങ്ങലിലെ ഈ ഓട്ടോ സ്റ്റാൻഡിലാണ് അബ്ദുൽ ലത്തീഫ് ഓട്ടോ ഓടിയിരുന്നത്. ഇന്നും പതിവ് പോലെ തന്നെ രാവിലെ എത്തി. അതിനുശേഷം ഇദ്ദേഹം ഈ വടക്കേമണ്ണ ഭാഗത്തേക്ക് ഓട്ടം പോയതായിരുന്നു. അവിടെ വെച്ചാണ് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നത്. വടക്കേമണ്ണയിൽ ഒരു ചെറിയ ബസ് സ്റ്റോപ്പാണുള്ളത്. അവിടെ വെച്ച് ഇദ്ദേഹം രണ്ട് സ്ത്രീകൾ കൈ കാണിച്ചതിനെ തുടർന്ന് ബസ് നിർത്തി ഇവരെ വണ്ടിയിൽ കയറ്റുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ സ്വകാര്യ ബസ് ഇദ്ദേഹത്തിനെ പിന്തുടർന്നെത്തി മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇദ്ദേഹത്തിന്റെ കഴുത്തിൽ ഞെക്കിപ്പിടിച്ച് അതുപോലെ തന്നെ നെഞ്ചിലൊക്കെ ഇടിച്ചു എന്നാണ് ഇദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ അടക്കമുള്ളവർ പറയുന്നത്. ഇതിന് പിന്നാലെ ഇദ്ദേഹം തന്നെയാണ് ഈ ഓട്ടോ ഓടിച്ച് ഈ മലപ്പുറം താലൂക്ക് ആശുപത്രി എത്തി അവിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. സാധാരണ യാത്രക്കാർ കൈ കാട്ടി കഴിഞ്ഞാൽ ഓട്ടോറിക്ഷക്കാർ നിർത്തും. പൊതുവെ അങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ അവൻ നിർത്തി. അത് അവിടുന്ന് യാത്രക്കാരെടുത്ത്. പക്ഷെ ബസ് ഓവർടേക്ക് ചെയ്ത് കണ്ടക്ടറും പിന്നെ ഡ്രൈവറൊക്കെ ഇറങ്ങി ഞാൻ മർദ്ദിച്ച് ജാക്കി ലിവർ കൊണ്ടൊക്കെ അടിച്ചിട്ടുണ്ടെന്നാണ് കണ്ടവർ.